സെക്രട്ടേറിയറ്റിൽ സമരം ശക്തമായി മുന്നേറുകയാണ്. എന്തായാലും സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമായി ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അനക്സ് 1-ൽ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ച് സമരം നടത്തുകയാണ്. അതുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ കൺവീനർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഇതൊരു പ്രതീക സമരം, കഞ്ഞിവെച്ച സമരം ഒരു പ്രതീക സമരം. ഇവിടെ തിളച്ചു പറയുന്നത് സംസ്ഥാന സർക്കാർ ജീവനക്കാരന്റെ പ്രതിഷേധ കഞ്ഞിയാണ്. ജീവനക്കാരന്റെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട്, അവന്റെ ശമ്പളം നിഷേധിച്ചുകൊണ്ട്, അവന്റെ ക്ഷാമബത്ത നിഷേധിച്ചുകൊണ്ട്, വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന ലീവ് സറണ്ടർ നിഷേധിച്ചുകൊണ്ട്, പേ റിവിഷൻ നിഷേധിച്ചുകൊണ്ട് ഈ സർക്കാർ നടത്തുന്ന അവകാശ നിഷേധത്തിനെതിരെയുള്ള പ്രതിഷേധ കഞ്ഞിയാണ് ഇവിടെ തിളയ്ക്കുന്നത്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8.25 വർഷത്തിന്റെ ബാക്കി പത്രമാണ് ഇവിടെ തിളച്ചു പറയുന്നത്. 8.25 വർഷം കേരളത്തെ എങ്ങനെ കൊണ്ടു നടന്നു എന്നുള്ളതിന്റെ ബാക്കി പത്രമാണ്. സംസ്ഥാന സർക്കാർ ജീവനക്കാരന് ഇടതുപക്ഷ ഭരണത്തിൽ 103 മാസത്തെ ഭരണത്തിന് ശേഷം കിട്ടിയതെന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഈ കഞ്ഞി. കശ്മി, എത്രത്തോളം ശക്തമാണ് ഈ സമരമെന്ന് വ്യക്തമായി കാണുമല്ലോ. ശക്തമായി തന്നെ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നിലവിൽ CPI സംഘടനയുടെ സർക്കാർ സംഘടനയായ CPIയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിൽ, കോൺഗ്രസിന്റെ സർവീസ് സംഘടനയായ NGO അസോസിയേഷൻ എന്നിവരാണ് ഈ സമരം നടത്തുന്നത്. സെക്രട്ടേറിയറ്റിൽ വരുമ്പോൾ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലാണ്, അതായത് NGOയിൽ അഫിലിയേറ്റ് ചെയ്ത സെറ്റോയിൽ അഫിലിയേറ്റ് ചെയ്ത സംഘടനയാണ്. അവരാണ് ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത്. പക്ഷേ ഇതുവരെ സെക്രട്ടേറിയറ്റിൽ ജീവനക്കാരെ ആരെയും തടയാൻ തയ്യാറായിട്ടില്ല. സെക്രട്ടേറിയറ്റിൽ എത്തുന്ന മറ്റ് സർവീസ് സംഘടന, അതായത് CITU അഫിലിയേറ്റ് ചെയ്ത സർവീസ് സംഘടനയായ അസോസിയേഷന്റെ ആൾക്കാരെയോ BJP അഫിലിയേറ്റ് ചെയ്ത സർവീസ് സംഘടനയുടെ ആൾക്കാരെയോ ആരും തടയാൻ നിന്നിട്ടില്ല. എന്തായാലും അല്പസമയത്തിനകം തന്നെ നമുക്ക് സെക്രട്ടേറിയറ്റ് ഹാജർ നിലയെല്ലാം അറിയാൻ കഴിയും. 11 മണിയോടെ ഹാജർ നില അപ്ഡേറ്റ് ചെയ്യാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹാഷ്മി. ഓക്കെ, ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അത് സാധാരണ കഞ്ഞിയല്ല, അത് ഈ സർക്കാരിനെതിരായ പ്രതിഷേധ കഞ്ഞിയാണ് എന്നാണ് ആ പ്രതിഷേധിക്കുന്ന സർക്കാർ ജീവനക്കാരനാണോ അധ്യാപകനാണോ എന്നറിയില്ല ആ നേതാവ് പറഞ്ഞത്. എന്തായാലും സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ നിയമസഭയിൽ അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം ഉന്നയിക്കുന്ന മണിക്കൂർ കൂടിയാണിത്.